ഹലോ കൂട്ടുകാരെ, മുളക് ബജ്ജി കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മുളക് ബജ്ജി സ്റ്റഫ് ചെയ്ത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബജ്ജി മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തുള്ള കുരുവൊക്കെ എടുത്ത് കളയണം. അതിനായിട്ട് മൊത്തത്തിൽ ഇത് കീറിയെടുക്കരുത്. ജസ്റ്റ് നമുക്ക് ഇതുപോലൊന്ന് നടുക്ക് വെച്ചിട്ട് നീളത്തിലൊന്ന് കീറിയെടുത്തതിന് ശേഷം മുഴുവനായിട്ട് കീറരുത്. ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് അകത്തി വെച്ചിട്ട് അതിനകത്തുനിന്ന് ആ കുരു എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. കുരുവും ചെറിയൊരു നാര് പോലെയൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് കളയാം കേട്ടോ. അപ്പോൾ ഇത് ഈ സ്റ്റഫ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് വേറെ ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. ആ ഒരു സ്റ്റഫിങ് തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചിലരൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മുളക് ബജ്ജി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് അതിനകത്തെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മളത് വറുത്തെടുക്കുവാണ്. പക്ഷേ ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് കഴിക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇതിനകത്തുള്ള കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ടേ. പെട്ടെന്ന് എടുത്ത് നമുക്ക് ഈസി ആയിട്ട് എടുത്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ എല്ലാത്തിൻ്റെ ഇനി കുരു എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് വരാം കേട്ടോ. അപ്പോൾ അതാ എല്ലാത്തിൻ്റെയും കുരുവൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അകത്ത് എന്തെങ്കിലും കുരുവൊക്കെ ഇങ്ങനെ ഒട്ടിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ പോട്ടേന്ന് വെച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ള സ്റ്റഫിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 3 ഇടത്തരം കിഴങ്ങാണ് പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊന്നും ഇടാതെ തന്നെയാണ് പുഴുങ്ങി ഉടച്ചെടുത്തിരിക്കുന്നത്. അതിനുശേഷം അതിനകത്തേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞു ഉപ്പിടാതെയാണ് കിഴങ്ങ് പുഴുങ്ങിയെടുത്തതെന്ന്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് വേണമെന്നുള്ളവർ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ കിഴങ്ങൊക്കെ ഉടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കിഴങ്ങൊക്കെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റഫിങ്ങിനുള്ള ആ ഒരു സാധനം അവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുളകിനകത്തോട്ട് ഈ സ്റ്റഫിങ് നിറച്ച് വെക്കണം. ഇതിനകത്ത് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് സ്റ്റഫിങ് ഇതുപോലെ ഒന്ന് അകത്തോട്ട് ഇങ്ങനെ തെള്ളി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അകത്തേക്ക് ഫുള്ളായിട്ടത് ഫില്ലായിക്കോളും, നല്ല ഇതായിട്ട് ഫില്ലായിക്കോളും. പിന്നെ കിഴങ്ങിന് ഈ ഒരു മസാലയ്ക്കകത്ത് കുറച്ച് കായപ്പൊടി ചേർക്കണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പം നമ്മുടെ മാവ് കലക്കുന്നതിനകത്താണ് ചേർക്കുന്നത്. ഇതിനകത്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗരം മസാല ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു സ്റ്റഫിങ്ങാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് മൊത്തം മുളകിനകത്ത് സ്റ്റഫ് ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അതാ മൊത്തം സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്കുള്ള മാവ് ബാറ്റർ തയ്യാറാക്കാം കേട്ടോ. അതിന് മുക്കി പൊരിക്കാനുള്ള അതിനായിട്ട് 1 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെയാണ് കേട്ടോ ഇത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ. പിന്നെ കുറച്ച് അതിനകത്തേക്ക് ആ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ കായപ്പൊടിയാണ് കേട്ടോ നമ്മുടെ ഈ മാവിന് നല്ലൊരു മണം കിട്ടുന്നത്. അപ്പോൾ കായപ്പൊടി മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചത് മിക്സ് ചെയ്തെടുക്കാവേ. പിന്നെ ഒരു സാധനം ഇതിനകത്ത് ചേർക്കാനുണ്ട്, മുളക് പൊടി. കളറിന് വേണ്ടി മാത്രമാണ് കേട്ടോ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മൊത്തത്തിൽ വെള്ളം ഒഴിക്കരുത്, ആദ്യമേ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ മുളക് ഇങ്ങനെ മുങ്ങിയാൽ ആ മാവിങ്ങനെ പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യാനുസരണം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ മുക്കി പൊരിക്കാനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ഇഡലി മാവിൻ്റെ പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ, എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് കവറിങ് ആയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഗ്ലാസ് എടുക്കണേ. നമുക്ക് മുക്കി ഈസിക്ക് വേണ്ടിയാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ഒരു ഗ്ലാസ്സിനകത്തോട്ട് നമ്മൾ ഈ മാവ് ഒഴിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കോരിയിടാൻ വേണ്ടി എളുപ്പം ഉണ്ടാവുകയെ. കയ്യിലൊന്നും ആകാതെ തന്നെ നമുക്കിതുപോലെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കയ്യിലൊന്നും ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊന്ന് മുക്കിയെടുത്ത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ചൂട് എണ്ണയിൽ വേണം നമ്മൾ ബജ്ജി തയ്യാറാക്കിയെടുക്കാൻ. എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇട്ട് എടുക്കാം.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 വെച്ചിട്ടാണ് വാർത്തെടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു സൈഡ് ഒന്ന് കളർ മാറിയതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഒരുപാട് കളറ് ഇതായി പോകരുത്, നല്ല ചൂട് എണ്ണയാണ്. അപ്പോൾ ജസ്റ്റ് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ നിറം ആകുന്നിടം വരെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റഫ്ഡ് മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ, നമുക്ക് കോരി ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് മുളക് ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.